എൻ്റെ പേര് സണ്ണി വെളിയത്ത്. ഞാൻ വിയന്നയിൽ കഴിഞ്ഞ 47 വർഷമായിട്ട് ജീവിക്കുന്നു. എൻ്റെ ടെറസില് തൈകള് മുളക്, വെണ്ട, വഴുതനങ്ങ, ടൊമാറ്റോ ഇതൊക്കെ വളർത്തി എനിക്ക് ആവശ്യമുള്ള സാധനം ഞാൻ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ എനിക്കിവിടെ സ്വന്തം നാടായ കൊരട്ടിയില് ഒരു 5.5 ഏക്കർ കൃഷിസ്ഥലമുണ്ട്. ഈ കൃഷിസ്ഥലം കൂട്ടുകൃഷി എന്നൊരു സംഘം ഇതുവരെ ചെയ്തിരുന്നു കഴിഞ്ഞ 2 വർഷം മുന്നേ. ഇപ്പൊ ആർക്കും വേണ്ട. കാരണം കൃഷി ചെയ്താൽ അതിൽ നിന്ന് ഒന്നും കിട്ടാനില്ല. അപ്പൊ ഈ കർഷകന് കൊടുക്കുന്നുണ്ടോ? അത് ആർക്ക് വേണമെങ്കിലും ഞാൻ തരാം. വെല്ലുവിളിക്കണോ? അന്നമനട പഞ്ചായത്തില് ഈ സ്ഥലം ഇന്ന് നിലവിലുണ്ട്. 5.5 ഏക്കർ സ്ഥലം. ഞാനിപ്പോ ഇതെല്ലാം വിട്ടിട്ട് കൃത്യമായി വാടക നന്നായിട്ട് കൃഷി ചെയ്ത് ലാഭകരമാക്കും. ഈ കർഷകർ ലാഭകരമാക്കാൻ സാധിക്കുകയാണെങ്കിൽ ചലഞ്ച് ഏറ്റെടുക്കുന്നു. ഞാൻ തരാം, സ്ഥലം തരാം. ഈ 5.5 ഏക്കർ സ്ഥലം ആയിക്കോട്ടെ. അങ്ങനെ ഒരു കച്ചവടം റെഡി. ഈ 5.5 ഏക്കർ സ്ഥലം ഓക്കെ. ഇത് കൂടാതെ ഞങ്ങൾക്ക് വേറെയും പറമ്പുണ്ട്. ഞങ്ങൾ കൃഷിയിൽ നിന്ന് ഒഴിവായി പോയത് ഈ കൂലി കൊടുത്ത് ഒരു കൃഷിയും വിജയിപ്പിക്കാൻ ഇന്ന് കേരളത്തിൽ സാധിക്കും. അതിനകത്ത് പ്രായമായി കണ്ട ബുദ്ധിമുട്ട് എന്താണ്? ഈ കൊരട്ടിയിലെ കൃഷിയില് അവിടെ അങ്ങേക്ക് വിയന്നയില് കൃഷിക്ക് വിയന്നയില് എന്റെ സ്വന്തം ടെറസില് അങ്ങനെ കൃഷി ചെയ്യുന്നു. ഞാൻ തന്നെ കൃഷി ചെയ്യണു. തൃപ്തിയാണ്. ഒരു മുളകിൽ നിന്നും മിനിമം 100 പച്ചമുളക്, നെയ്മുളക് എന്നൊക്കെ പറയില്ലേ, അത് 100 എണ്ണം ഒരു ചെടിയിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. അതിന് മെയിനായിട്ട് ഞാൻ കൊടുക്കുന്നത് അമേരിക്കൻ വസ്തുവായ കൊക്കക്കോളയാണ്. അതാണ് കൊടുക്കുന്നത്. അതാണ് സ്പ്രേ ചെയ്യണത്. അപ്പൊ അത് സ്പ്രേ ചെയ്താൽ വരുന്ന ഈച്ചകളെല്ലാം അത് പൂമ്പൊടിയായിട്ട് എല്ലായിടത്തും പരത്തിക്കോളും. കീടനാശിനിയായിട്ട് അല്ല, വളമായിട്ട് ഉപയോഗിക്കാം. ആ വളമായിട്ട് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ധാരാളം മുളകുണ്ടാവുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.